ഹായ് എവരിവൺ, ഞാൻ കസാഖ് ബെഞ്ചാലി. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും വന്നിട്ട് പറയാറുണ്ട്, എൻ്റെ സ്വഭാവം വളരെ മോശമാണെന്ന് എല്ലാവരും പറയുന്നു. എന്നെ ആർക്കും ഇഷ്ടമല്ല, എൻ്റെ സ്വഭാവം എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്നില്ല, ജോലി സ്ഥലത്ത് ഇഷ്ടപ്പെടുന്നില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് എങ്ങനെയാണ് എല്ലാവരുടെയും ഇഷ്ടം വാങ്ങാൻ പറ്റുക? ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരുടെയും ഇഷ്ടം വാങ്ങാൻ പറ്റുക? എങ്ങനെയാണ് പറ്റുക? പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറയാം. മനസ്സും നമ്മുടെ ഉപബോധ മനസ്സും മണ്ണും ഒരുപോലെയാണ്, ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. കാരണം ഉപബോധ മനസ്സിലേക്ക് എന്തിട്ട് കഴിഞ്ഞാലും അതൊരിക്കലും തന്നെ ഇത് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയാറില്ല. നമ്മുടെ മണ്ണും അതുപോലെ തന്നെ. നിങ്ങൾ ഏത് വിത്തിട്ട് കഴിഞ്ഞാലും അത് മുളപ്പിക്കും, ഏത് വിത്തിട്ട് കഴിഞ്ഞാലും മുളപ്പിക്കും, അല്ലേ? ഒരു മണ്ണിന്, ഒരു ഭൂമിയെ അല്ലെങ്കിൽ ഒരു മണ്ണിന് പാഴ്ഭൂമി എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ആ ഭൂമിയിൽ നിന്ന് റിസൾട്ട് കിട്ടാതിരിക്കുമ്പോഴാണോ? അല്ല. ആ ഭൂമിയിൽ കുറേ പ്രശ്നങ്ങളുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണോ? അല്ലെങ്കിൽ വേസ്റ്റ് ഒന്നും കൊണ്ടിടുമ്പോഴാണോ ആ ഭൂമിയെ പാഴ്ഭൂമി എന്ന് പറയുക? അല്ല. മറിച്ച് ഒരു ഗുണവുമില്ലാത്ത പാഴ്ചെടികൾ ആ ഭൂമിയിൽ മുളച്ചു നിൽക്കുമ്പോഴാണ്, അല്ലേ? ഒരു ഗുണവുമില്ലാത്ത പാഴ്ചെടികൾ ആ ഭൂമിയിൽ മുളച്ചു നിൽക്കുമ്പോഴാണ്, അതിൽ വളർന്ന് പന്തലിച്ച് തളിർത്ത് നിൽക്കുമ്പോഴാണ് ആ ഭൂമിയെ പാഴ്ഭൂമി എന്ന് പറയുക. ഒന്നും മുളയ്ക്കാത്ത ഭൂമിയല്ല പാഴ്ഭൂമി എന്ന് പറയുക, മറിച്ച് ഒരു ഗുണവുമില്ലാത്ത പാഴ്ചെടികൾ മുളയ്ക്കുന്ന ഭൂമിയാണ് പാഴ്ഭൂമി എന്ന് പറയുക. ഒരു ഭൂമിയും ഒന്നും മുളക്കാത്തതായിട്ടില്ല. എല്ലാ ഭൂമിയിലും ചെടികൾ മുളക്കും, വിത്തുകൾ മുളയ്ക്കും. ബട്ട് പാഴ്ചെടികൾ മുളച്ചു നിൽക്കുന്ന ഭൂമിയെയാണ് നമ്മൾ പാഴ്ഭൂമി എന്ന് പറയുക. ഒരു മനുഷ്യൻ പാഴ്ജന്മമാകുന്നത്, ഒരു മനുഷ്യനെ എല്ലാവരും വെറുക്കുന്നത്, ആ വ്യക്തിയിൽ ആവശ്യമില്ലാത്ത പാഴ് സ്വഭാവങ്ങൾ മുളച്ചു നിൽക്കുമ്പോഴാണ്. ആ പാഴ്ഭൂമിയിൽ മുളച്ചു നിൽക്കുന്ന പാഴ്ചെടികളെ കൃത്യമായിട്ട് നമ്മൾ ഉഴുത് മറിച്ച് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നല്ല ആപ്പിളിൻ്റെ വിത്തിട്ട് കഴിഞ്ഞാൽ, ഇന്നലെ വരെ പാഴ്ഭൂമിയായിരുന്ന ഭൂമിയുടെ ഇന്നത്തെ പേര് ആപ്പിൾ തോട്ടം എന്നാണ്. നിങ്ങൾ ആപ്പിളിന് പകരം, പാഴ്ചെടികൾക്ക് പകരം നിങ്ങൾ ഏതെങ്കിലും മുല്ലപ്പൂവിൻ്റെ വിത്താണ് ഇടുന്നുവെങ്കിൽ ആ ഭൂമിയുടെ പേര്, അതിൻ്റെ പേര് മുല്ലപ്പൂ തോട്ടം എന്നാണ്, തോട്ടമെന്നാണ്. അല്ലെങ്കിൽ നല്ല വിളവ് നൽകുന്ന പച്ചക്കറികളാണ് നമ്മൾ അതിനകത്ത് വെച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ ആ പാഴ്ഭൂമിയുടെ പേര് പിന്നെ പച്ചക്കറി തോട്ടമെന്നാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യനും. മനുഷ്യൻ വിളിക്കപ്പെടുന്നത്, സ്വഭാവം എന്ന് പറയുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള വിത്തുകൾക്കനുസരിച്ചിട്ടാണ്. ഏത് തരത്തിലുള്ള വിത്തുകളാണ് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്? വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, സമയം വേസ്റ്റ് ചെയ്യുന്നതിൻ്റെ, അനാവശ്യമായി പറയുന്നതിൻ്റെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പാഴ്ഭൂമിയെ ആളുകൾ ഇഷ്ടപ്പെടാത്തതുപോലെ തന്നെ വിഷച്ചെടികൾ തളിർത്ത് നിൽക്കുന്ന, വിഷജന്തുക്കൾ, ഇഴജന്തുക്കൾ ഇങ്ങനെ തളിർത്ത് നിൽക്കുന്ന ഒരു ഭൂമിയെ ഒരാളും ഇഷ്ടപ്പെടാത്തതുപോലെ തന്നെ വിഷജന്തുക്കളും വിഷച്ചെടികളുമാകുന്ന നെഗറ്റീവ് ചിന്തകളും വെറുപ്പും പകയും വിദ്വേഷവും നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്തത്. മറിച്ച് അതെല്ലാം ക്ലീൻ ചെയ്ത് കളയും. അതെല്ലാം കളഞ്ഞിട്ട് സ്നേഹം, സന്തോഷം, സമാധാനം, മോട്ടിവേഷൻ, എൻകറേജ്മെൻറ്റ്, സപ്പോർട്ട്, ദയ, കാരുണ്യം, മറ്റുള്ളവരെ സഹായിക്കുക തുടങ്ങിയ നല്ല വിത്തുകൾ നിങ്ങളുടെ ഉള്ളിൽ പാകി മുളപ്പിക്കൂ. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നന്ദി പറയൂ ദൈവത്തോട്. ഓരോ പരാതികൾ പറയുന്നത് ഒഴിവാക്കുക, കംപ്ലൈൻറ്റുകൾ പറയുന്നത് ഒഴിവാക്കുക, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരുടെ നന്മ പറയുക. ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മയെക്കുറിച്ച് പറയുക, സന്തോഷത്തെക്കുറിച്ച് പറയുക. ഒരാൾക്കെങ്കിലും ഒരു ദിവസം നന്മ കൊടുക്കുക, നല്ല അറിവെങ്കിലും കൊടുക്കുക, ഒരു ചെറിയ കഴിയുന്നൊരു കൈ സഹായമെങ്കിലും കൊടുക്കുക, 10 രൂപയെങ്കിലും കൊടുത്തിട്ട് ഒരാളുടെ ജീവിതത്തെ പർപ്പസ്ഫുള്ളാക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നല്ല വിത്തുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ മനോഹരമായൊരു പൂന്തോട്ടമായിട്ട് മാറും. മനോഹരമായി ഫലങ്ങൾ തരുന്ന ഒരു ഫ്രൂട്ട് തോട്ടമായിട്ട് മാറും, പഴങ്ങളുടെ തോട്ടമായിട്ട് മാറും, നല്ലൊരു പച്ചക്കറി തോട്ടമായിട്ട് മാറും. ഫലങ്ങൾ ലഭിക്കുന്ന തോട്ടത്തെ എല്ലാവരും ഇഷ്ടപ്പെടും. ഫലം തരുന്ന സ്വഭാവമുള്ള വ്യക്തിയെയും എല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വിത്തിനെ മാറ്റും. എന്നിട്ട് നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള പഴങ്ങൾ പൂത്ത് തളിർത്ത് നിൽക്കുന്ന ഒരു ഫലവൃക്ഷ തോട്ടമായിട്ട് മാറട്ടെ ജീവിതം.
തീർച്ചയായിട്ടും അവിടെ ഒരുപാട് വ്യക്തികൾ വരും, ഒരുപാട് പക്ഷിലതാദികൾ വരും, മനോഹരമായ പ്രകൃതിയുടെ താരാട്ട് പാട്ടുണ്ടാകും. വിഷജന്തുക്കൾക്ക് പകരം നല്ല മനോഹരമായിട്ടുള്ള പൂമ്പാറ്റകൾ ആ തോട്ടത്തിൽ തേനുണ്ണാനും അതുപോലെ തന്നെ പൂമ്പാറ്റകൾ വരും, മനോഹരമായ ജീവികളെല്ലാം വരും. അതൊരു വസന്തത്തിൻ്റെ തുടക്കമാകും. സ്വഭാവം നന്നാകാൻ പുറത്ത് മേക്കപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, ഉള്ളിലെ വിത്തിനെയാണ് മാറ്റേണ്ടത്. സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നന്മയുടെ, കാരുണ്യത്തിൻ്റെ, സഹകരണത്തിൻ്റെ, സഹായത്തിൻ്റെ, പ്രണയത്തിൻ്റെ നല്ല വിത്തുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വിതറട്ടെ. ജീവിതം എപ്പോഴും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമി പോലെ, ഫലങ്ങൾ തരുന്ന തോട്ടം പോലെ പർപ്പസ്ഫുള്ളായിട്ട് മാറട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ഖസാക്ക് ബെഞ്ചാലി.